പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് കറിയൊന്നുമല്ല, തനി നാടൻ രീതിയിലുള്ളൊരു ചക്കപ്പൂഞ്ഞ് വറുത്തരച്ച് വെച്ചതാണ്. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ കുറച്ച് ചക്കപ്പൂഞ്ഞും അതുപോലെ തന്നെ ചുവന്നുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി എന്ന് പറയുമ്പം കുറച്ച് കൂടുതൽ എടുക്കണം. നല്ല ടേസ്റ്റാണ് അത് കൂടുതൽ ഇടുമ്പോഴത്തേക്കും. നമ്മൾ എത്രത്തോളം ചക്കപ്പൂഞ്ഞ് എടുക്കുന്നോ അതിനേക്കാളും ഒരു 3-4 ചുവന്നുള്ളിയും കൂടി കൂടുതൽ എടുക്കണം. സവാള എടുക്കേണ്ട, അതിനേക്കാളും ഇതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അതൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു കുഞ്ഞ് തേങ്ങയുടെ അരമുറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു തേങ്ങയാണ് കേട്ടോ, അതിൻ്റെ ഒരു അരമുറി എടുത്തിട്ടുള്ളൂ. ഈ തേങ്ങ പൊടിക്കണമെന്നൊന്നുമില്ല, ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. സാധാ ജീരകമല്ല, തോരനൊക്കെ ചതയ്ക്കുന്ന ആ ഒരു ജീരകമല്ല, നമ്മൾ ഇറച്ചിക്കൊക്കെ എടുക്കുന്ന ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം. അതിപ്പം ഏകദേശം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയത്തിലും ലോയിലും ഒക്കെ ആയിട്ട് നമുക്കിതൊന്ന് നല്ല ചുമക്ക വറുത്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈയെടുക്കാതെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കണം. ഇതുപോലെ തന്നെ ഒരു കളർ ഇങ്ങനെ ഇപ്പം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പം ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയും കൂടി എടുക്കുവാണ്. അതിപ്പം ഏകദേശം എന്ന് പറയുമ്പം ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം പിരിയൻ മുളകുണ്ടല്ലോ, അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മളിത് തീ കൂട്ടിയിട്ടാണ് മൂപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയൊന്നും ശരിക്കൊന്നും മൂത്ത് കിട്ടത്തുമില്ല, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ പൊടികളുടെയൊക്കെ വല്ലാത്തൊരു എരിവ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഒരു കുത്തൽ നമ്മൾ ആകപ്പാടെ ഇവിടെ നിന്ന് ചുമച്ച് ഒരു പരുവാവേ. അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയത്തിലിട്ട് തന്നെ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഇങ്ങനെ ചുമന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചൂടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ മിക്സിയും കൂടി ചീത്തയായി പോകും. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചല്ല ഇത് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇതിങ്ങനെ നമ്മളിങ്ങനെ എണ്ണ ചെറുതായിട്ട് തെളിയുന്നത് വരെ നന്നായിട്ടിങ്ങനെ പൊടിച്ച് അരച്ചെടുക്കണം. ഇനി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചക്കപ്പൂഞ്ഞും അതുപോലെ തന്നെ ചുവന്നുള്ളിയും പിന്നെ കുറച്ച് ഉണക്ക തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ടുള്ള ആ അരപ്പ് കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒരിച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ആ ഉള്ളിക്കകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ്. ഇനി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോഴേ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാം. ഈ ഉള്ളി ഒന്ന് പൊളിക്കുന്ന താമസവും അതുപോലെ തേങ്ങയൊന്ന് മൂപ്പിക്കുന്ന താമസവും മാത്രമേ ഉള്ളൂ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഏകദേശം ഒരു 3 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കുക്കർ തണുത്തതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുവാണ്. ചക്കപ്പൂഞ്ഞൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നല്ലൊരു മണമാണ് ആ തേങ്ങ വറുത്തരച്ചതിൻ്റെയും അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ നല്ല സൂപ്പർ മണമാണ്. ഇതിന് മുമ്പ് ചക്കപ്പൂഞ്ഞ് തോരൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതുവരെയും കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. എന്നിട്ട് നമുക്കിനി ഇത് കടുക് താളിക്കണം. പണിയൊക്കെ ഏകദേശം തീരാറായി. നമുക്കിതിലേക്ക് കുഞ്ഞ് കൈച്ചട്ടി വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇടുമ്പം ഗ്യാസ് ഓഫാക്കണം, അതിൻ്റെ ഒരു കളർ മാറാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ചൂടോടുകൂടി ഇരിക്കുന്ന ഈ ഒരു കറിയിലേക്ക് നമുക്ക് ആ താളിപ്പങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. നല്ലൊരു മണമാണ് ഇപ്പോൾ ഈ വരുന്നത്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഇപ്പോൾ ചക്കയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് അടച്ച് വെക്കണം ഒരു 2-3 മിനിറ്റ്. ഗ്യാസ് ഞാനിപ്പോൾ ഓഫ് ആക്കിയിട്ടില്ല, സിമ്മിലാണ് വെച്ചേക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു തീയലിൻ്റെ വറുത്തരച്ച അതാകുമ്പം അതിനൊരു എണ്ണ ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ചാറ് ചെറുതായിട്ടൊന്ന് കുറുകിയും കൂടെ വരും നമ്മളിങ്ങനെ വെക്കുമ്പം. ലാസ്റ്റ് ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.